എന്ത് പണിയാ കാട്ടി അനസ്ക? ഞാനിവിടെ അതിന്റെ വീഡിയോ റീൽ എടുത്തോണ്ടിരിക്കുന്നു. നമുക്ക് റീല് മാത്രം എടുത്താൽ മതി. നമ്മളെ കസ്റ്റമേഴ്സിന് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞെടുത്തിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യണ്ടേ? വേണ്ട. കിയ സെൽറ്റോസും ആയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. അതേപോലെ തന്നെ ഇതും പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. വൈറ്റ് കളർ 2020 മോഡല്. എന്ത് പണിയാ കാട്ടി അനസ്ക? ഞാനിവിടെ അതിന്റെ വീഡിയോ റീൽ എടുത്തോണ്ടിരിക്കുന്നു. നമുക്ക് റീല് മാത്രം എടുത്താൽ മതി. നമ്മളെ കസ്റ്റമേഴ്സിന് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞെടുത്തിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യണ്ടേ? വേണ്ടേ? അത് വേണം. നമുക്ക് ഈ ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞ വ്യവസ്ഥ ഇത് ആക്കണ്ട. കാരണം കഴിഞ്ഞ വർഷം നീ ഇന്റീരിയർ കാണിച്ചിട്ടില്ല, മറ്റേ എക്സ്റ്റീരിയർ കാണിച്ചിട്ടില്ല പറഞ്ഞിട്ട് ഇടയിൽ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഉണ്ട്. വായിച്ചായിരുന്നോ? ഈ പ്രാവശ്യം അതൊന്നും വേണ്ട. നമുക്ക് എന്താക്കാം, ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. 2 കിയ സെൽറ്റോസുമായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഒന്ന് 2019 മോഡല് 20 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് GTX ഫുൾ ഓപ്ഷനാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, വെറും 61,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. കമ്പനി വാറൻറ്റിയോട് കൂടിയ വണ്ടിയാണ്. ഇതിൻ്റെ ഓപ്ഷൻസിലേക്ക് കിടക്കുകയാണെങ്കിൽ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, അതേപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ, വെന്റിലേഷൻ സീറ്റ്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, സീറ്റ്, ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ റേറ്റ് വരുന്നത് 13,90,000 രൂപ മാത്രമാണ്. ഇതിൻ്റെ പുതിയതിൻ്റെ വിലയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് 24,30,000. ഇതിലിപ്പോൾ എന്തൊക്കെയോ ഓഫേഴ്സൊക്കെ കഴിഞ്ഞിട്ട് 24 ലക്ഷം രൂപയോളം വില വരുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ വണ്ടി കൂടി പറയട്ടെ ഡീറ്റെയിൽസ്. ഇത് 2020, അത് ഓട്ടോമാറ്റിക്, അത് പറഞ്ഞായിരുന്നോ? ഇല്ല. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. അതേപോലെ തന്നെ ഇതും പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. വൈറ്റ് കളർ 2020 മോഡല്. ഇതിൻ്റെ ഓപ്ഷൻ വരുന്ന HTX എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സിംഗിൾ ഓണർഷിപ്പിൽ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 25,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കമ്പനി സർവീസ് ഹിസ്റ്ററിയിലുള്ള എല്ലാം ഉള്ള ഒരു വണ്ടിയാണ്. ഇതിന് നമ്മളെ ക്യാപ്സ് കാശ് ചോദിക്കുന്നത് വെറും 12,90,000 രൂപ. 12,90,000 രൂപക്ക് 2020 ഓട്ടോമാറ്റിക് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതും കിയ സെൽറ്റോസ്. ഓക്കെ അനസ്ക, ഇപ്പോൾ ക്യാപ്സ് ഒന്ന് വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട്? ഓഫേഴ്സ്, മൺസൂൺ ഓഫേഴ്സ് ആയിട്ട് ഒന്ന് നമ്മളെ ഡിസ്കൗണ്ട് ആണ്. 2 നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബൈബാക്ക് വാറണ്ടി ഉണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളെ വെബ്സൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ആയില്ലേ? അല്ല, നമ്മുടെ വണ്ടിയുടെ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് അതിനും ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് എവിടെയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതും കൂടി ഈ പ്രാവശ്യം കൊടുക്കാൻ മറക്കണ്ട. ഓക്കെ? അപ്പോൾ ആ ലിങ്കും കാര്യങ്ങളെല്ലാം, ഇൻസ്റ്റയുടെ അടക്കം ലിങ്ക് എല്ലാം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത ഒരുപാട് വണ്ടികളായിട്ട് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം കൂടുതൽ ഡീറ്റെയിൽസും കാറ്റലോഗും എല്ലാം ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.